ആകാംക്ഷയുടെ ഒരു നാളെന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസമൊന്നുമില്ല, അത് നാളെയാണ് അറിയാൻ പോകുന്നത് അല്ലേ. വോട്ടുകളെല്ലാം പെട്ടിയിലായതോടെ കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. നാളെയാണ് വോട്ടെണ്ണൽ. ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ പോളിംഗാണ് ഇത്തവണത്തേത്. ആര് വാഴും ആര് വീഴുമെന്നറിയാൻ ഈ ഒരു ദിവസത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. രാഗിൻ ചേരുന്നുണ്ട്. അപ്പം വിവരങ്ങളുമായി അമൽ തേനുംപറമ്പിലും CK വിജയനും ഉണ്ട്. നമുക്ക് വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ആദ്യം രാഗിനിലേക്ക്. രാഗിൻ, ഗുഡ് മോർണിംഗ്. പെട്ടിയിൽ വീണ വോട്ടുകൾ എത്ര എന്നത് എണ്ണുക. ഈ പെട്ടിയിൽ എന്ന പ്രയോഗം ഇപ്പോഴും ഉണ്ട് എങ്കിലും അത് വോട്ടിംഗ് മെഷീനാണെന്ന് നമുക്കറിയാം. പല സ്ഥലങ്ങളിലും അത് പണിമുടക്കി. മുൻപത്തേക്കാൾ വളരെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണത്തെ ഉള്ളത്. ഒരു നെഞ്ചിടിപ്പായിരിക്കും സ്ഥാനാർത്ഥികൾക്ക്. ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് രാഗിൻ? മോത്തി, ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ മുന്നണികളും ഒക്കെ തന്നെ കൂട്ടിയും കിഴിച്ചും എന്തായിരിക്കും സാധ്യതകൾ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് നാളെ. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ തവണ LDF ആണ് ഭരിച്ചത്. ഭരണ തുടർച്ചയാണ് LDF ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അവിടെ തിരിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും NDA സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് UDF ഐതിഹാസികമായി തിരിച്ചുവരും എന്നതാണ്. അങ്ങനെ ആ ഒരു വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ഒന്നാമത് എഴുതുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. UDF തന്നെ വിശേഷിപ്പിക്കുന്നത് UDF-ന്റെ പൊന്നാപുരം കോട്ട, കോൺഗ്രസിന്റെ തറവാട് എന്നൊക്കെയാണ് എറണാകുളത്തെ. അപ്പോൾ എറണാകുളത്ത് നിന്ന് തുടങ്ങും എന്നതാണ് UDF വ്യക്തമാക്കുന്നത്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് സംഘടനാപരമായി സ്വാധീനം കൂടുതലുള്ള ജില്ലയാണെങ്കിലും LDF-ന് അത് പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞാൽ LDF സംസ്ഥാനത്താകെ തന്നെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ആ തരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. NDA സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു കയറുകയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ മറ്റൊരു ഹൈലൈറ്റ് ആണ്. LDF-ഉം UDF-ഉം പ്രതീക്ഷ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ NDA-യും അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. മറ്റ് മധ്യകേരളത്തിലെ മറ്റു ജില്ലകളിലുമൊക്കെ തന്നെ വലിയ പ്രതീക്ഷകളിലാണ് മുന്നണികൾ ഒക്കെ തന്നെ ഉള്ളത്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏകദേശം ഒരു 2 മണിക്കൂറിനകം തന്നെ കൃത്യമായിട്ടുള്ള ഫലം വ്യക്തമാവുകയും ചെയ്യും. അതിൽ തന്നെ കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നതൊക്കെ തന്നെയാണ് കൊച്ചിയിൽ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ്. പലയിടങ്ങളിലും UDF-ന് റിബൽ ഉണ്ട്. അത് ഒക്കെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF വികസന പദ്ധതികളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത്തരം പ്രചരണമാണ് കൂടുതലായിട്ടും മുന്നോട്ട് നയിച്ചത്. NDA ആണെങ്കിൽ കഴിഞ്ഞ തവണ 5 സീറ്റായിരുന്നു. അത് ഉയർത്തി ഒരു 10ലേക്കൊക്കെ എത്തിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ 2020 വിവിധ ഇടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 2020 കൊച്ചിയിലടക്കം പിടിക്കുന്ന വോട്ടുകൾ, കോർപ്പറേഷനിലടക്കം പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സാധ്യതകളെ ഇല്ലാതാക്കും, ആരുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുന്നത്തനാട് മേഖലയിൽ 4 പഞ്ചായത്തിൽ 2020 ഭരിക്കുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ കൂടുതൽ മേഖലകളിലേക്ക് എത്താനൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ, ഇതിനെ കുറിച്ച് കൂടി ഒന്ന് പറയൂ രാഗിൻ. വോട്ടെണ്ണൽ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കും. വിവിധ ഇടങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ്, ട്രെൻഡ്സ് അടക്കം അറിയാൻ കഴിയുന്ന സംവിധാനം കാക്കനാട് അടക്കം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മുന്നണി നേതാക്കളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അവിടെ ഓരോ ഇടങ്ങളിൽ, കാരണം പ്രാദേശികമായി പല മേഖലകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. എന്തായാലും ആ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ 1 മണിക്കൂറിൽ തന്നെ ഇതിന്റെ ഒരു ട്രെൻഡ് അറിയാൻ കഴിയും. അതോടൊപ്പം 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഫലം കഴിഞ്ഞ തവണയും ഓർമ്മയുണ്ട്. രാവിലെ 8 മണിക്ക് എണ്ണി ഒരു 11-11:30 കൂടി തന്നെ കൃത്യമായിട്ടുള്ള ചിത്രം കൊച്ചി കോർപ്പറേഷന്റെ വ്യക്തമായിരുന്നു. സമഗ്രമായി തന്നെ ഈ വിവരങ്ങളെല്ലാം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നുമുണ്ട് മാതൃഭൂമി.